Hello everyone, welcome to Juport SSLC. It's me and Nafi. Yes, നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. പല കുട്ടികളും എനിക്ക് മെസ്സേജ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ആക്കി തരുമോ, എനിക്ക് നന്നായിട്ടൊന്ന് പഠിക്കാനാണ്. അപ്പോൾ ഞാൻ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ആക്കാനാണ് വന്നിട്ടുള്ളത്. പക്ഷേ എൻ്റെ പേഴ്സണൽ സജഷൻ, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കുമ്പോൾ അതിന് കുറച്ചും കൂടി എഫക്റ്റീവ്നെസ് കൂടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ സെൽഫായിട്ട് ടൈം ടേബിൾ സെറ്റ് ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊരു ടൈം ടേബിൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അതിൽ വേണം ചെറിയ എഡിച്ചൊക്കെ വരുത്തിയിട്ട് നിങ്ങൾ ആ രീതിയിൽ എന്ത് ചെയ്യാം, ഒന്ന് പഠിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ടൈം ടേബിൾ പറഞ്ഞതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, 2-3 കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾ സ്കൂളിൽ ഓരോ സബ്ജക്റ്റും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാൻ തുടങ്ങി, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്തിയപ്പം ഹിസ്റ്ററി 2ാമത്തെ ചാപ്റ്റർ എത്തിയോ, ജോഗ്രഫി 1ാമത്തെ ചാപ്റ്ററാണോ, മാത്സ് ആണോ, അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുമെന്ന് കമൻറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എടുത്ത സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു തീർന്നിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഹിസ്റ്ററി പഠിച്ചു തീർന്നത്, ജോഗ്രഫി പഠിച്ചു തീർന്നത്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഓരോന്നിലും നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് പഠിച്ച് തീർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്റ്റഡി ടൈം ടേബിൾ തരാം. അപ്പോൾ ഈ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ 2 ആഴ്ച ഫോളോ ചെയ്യണം. ഈ 2 ആഴ്ച ഫോളോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി, നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ 4 കാറ്റഗറി ആക്കി മാറ്റണം. ഈസി, മീഡിയം, ടഫ്, വെരി ടഫ് എന്നിങ്ങനെ 4 കാറ്റഗറി ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം. അപ്പോൾ ചിലപ്പോൾ ഈസിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും, ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും ഉണ്ടാവും. മീഡിയത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാവും, ഹിന്ദിയും അതേപോലെ തന്നെ ജോഗ്രഫി ഉണ്ടാവും വിചാരിക്കുക. ടഫിൽ ചിലപ്പോൾ എന്തായിരിക്കും, കെമിസ്ട്രിയും അതേപോലെ തന്നെ ഫിസിക്സും ആയിരിക്കും. വെരി ടഫിൽ എന്തായിരിക്കും, മാത്സ് എന്തായാലും ഉണ്ടാകും എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റുകൾ നിങ്ങൾ ഈ 4 കാറ്റഗറി ആക്കി മാറ്റുക. ഈസി, മീഡിയം, ടഫ്, വെരി ടഫ് എന്നിങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റുകളെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. അതാണ് നിങ്ങളുടെ ആദ്യത്തെ പരിപാടി കേട്ടോ. ഈസി, മീഡിയം, ടഫ്, വെരി ടഫ് എന്നിങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഈ ഒരു റുട്ടീൻ, ഞാൻ ഈ പറയുന്ന റുട്ടീൻ നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യണം. ദിവസവും രാത്രി 10 മണിക്ക് തന്നെ നിങ്ങൾ ഉറങ്ങണം. 10 മണി നിങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ദിവസവും രാത്രി നിങ്ങൾ എന്ത് ചെയ്യണം, 10 മണിക്ക് ഉറങ്ങണം. എന്നിട്ട് മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ 5:30 അല്ലെങ്കിൽ 6 മണിക്കോ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയങ്ങളിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5:30 എണീക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 6 മണിക്ക് എണീക്കാം. മൺഡേ ടു ഫ്രൈഡേ, തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള സമയങ്ങളിൽ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 5:30 എഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ 6 മണിക്ക്. ഈ 2 സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുന്നേൽക്കണം. ഓക്കെ. ഇനി സാറ്റർഡേയും സൺഡേയും നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ട്. ഉറങ്ങേണ്ടതെല്ലാം ദിവസവും 10 മണിക്കാണ്. പക്ഷേ സാറ്റർഡേയും സൺഡേയും കുറച്ചധികം സമയം കൂടി ഉറങ്ങാം. ഒരു 6:30 AM രാവിലെ 6:30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇത് നിങ്ങൾ ഡെയിലി ഫോളോ ചെയ്യുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാനിവിടെ ഒരു ടൈം ടേബിൾ കാണിച്ചു തരാം. ഇത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്താലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടേതായിട്ട് ഇടിച്ച് വരുത്തിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ 7 വരെ 6 to 7:30 കാറ്റഗറി 2ലുള്ള വിഷയങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കാറ്റഗറി 2 ഫിസിക്സും കെമിസ്ട്രി ആണെന്ന് വിചാരിക്കും. എന്തായാലും ഒരു കാറ്റഗറിയിൽ 1-ലധികം സബ്ജക്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളതാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എങ്കിൽ ആ 2 സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ പഠിക്കണം. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഏകദേശം എത്ര സമയമുണ്ട്, 1.5 hours, 1.5 മണിക്കൂർ എന്തുണ്ട് സമയമുണ്ട്. ഈ 1.5 മണിക്കൂർ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, 45 minutes 45 മിനിറ്റിൻ്റെ 2 സെഷൻ ആക്കി മാറ്റണം. ഇതൊരു ഫിസിക്സും കെമിസ്ട്രിയാണ് നിങ്ങളുടെ കാറ്റഗറി 2 വരുന്ന സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾ ആദ്യം 45 മിനിറ്റ് ഫിസിക്സ് പഠിക്കുന്നു, എന്നിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, അടുത്ത 45 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കെമിസ്ട്രി പഠിക്കുന്നു. അപ്പോൾ ഓരോ കാറ്റഗറിയിലും 1-ലധികം സബ്ജക്റ്റ് ഉണ്ടാവും. അത് ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ടൊരു വിഷയം പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു വിഷയം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു ദിവസം 2 സബ്ജക്റ്റ് എങ്കിലും മിനിമം പഠിക്കുക. അപ്പോൾ പകൽ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ ശേഷം നിങ്ങൾ ആ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം രാത്രി ആ സബ്ജക്റ്റ് എന്താണ് റിവൈസ് ചെയ്യാനുള്ള സമയം. മൺഡേ രാവിലെ 6 to 7:30 നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, രാത്രി അത് റിവൈസ് ചെയ്യുന്നു കാറ്റഗറി 2ലുള്ളത്. ഇനി എല്ലാ ദിവസവും 6 to 7:30 മൺഡേ ടു ഫ്രൈഡേയിൽ എല്ലാ ദിവസവും 6 to 7:30 നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, രാത്രി റിവൈസ് ചെയ്യണം. അപ്പോൾ ട്യൂസ്ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി 3 ചൂസ് ചെയ്യാം. വെനസ്ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റഗറി 1ലെ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. തേഴ്സ്ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാറ്റഗറി 3 പഠിക്കുന്നു. ഫ്രൈഡേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, കാറ്റഗറി 2ലെ സബ്ജക്റ്റ് പഠിക്കുന്നു. അപ്പോൾ ദിവസവും രാവിലെ നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്നു, രാത്രി അത് റിവൈസ് ചെയ്യുന്നു. ദിവസവും രാവിലെ നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്നു, രാത്രി അത് റിവൈസ് ചെയ്യുന്നു. ദിവസവും രാവിലെ നിങ്ങൾ സബ്ജക്റ്റ് പഠിക്കുന്നു, രാത്രി അത് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഈസി, മീഡിയം, ടഫ്, വെരി ടഫ് എന്നിങ്ങനെ 4 കാറ്റഗറി ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റണം. ഇനി ശനി ഞായർ നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള സബ്ജക്ട്സ് പഠിക്കാനുള്ള കാറ്റഗറി 4ലുള്ള സബ്ജക്ട്സ് പഠിക്കാനുള്ള സമയം ശനിയാഴ്ച രാവിലെ 7 to 10 രാവിലെ 7 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാനുള്ള സമയമാണ്. ഈവനിങ് 4 to 7 വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെ അത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ്. അതേപോലെ തന്നെ സൺഡേ 7 to 10 നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇനി പൊതുവേ സൺഡേസ് നിങ്ങൾ പഠിക്കാൻ ഞാൻ പേഴ്സണലി പറയുന്നില്ല കേട്ടോ. സൺഡേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
അന്ന് റെസ്റ്റ് ഡേ എടുക്കാം. കാരണം സാറ്റർഡേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൾറെഡി പഠിക്കുന്നുണ്ടല്ലേ. ഇനി നിങ്ങൾ സൺഡേ ഫ്രീ ആണ്, നിങ്ങൾ സൺഡേ കൂടി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ സൺഡേ മോർണിംഗ് 7 to 10 എന്ത് ചെയ്യുക, നിങ്ങൾ കാറ്റഗറി 4 സബ്ജക്റ്റ് പഠിക്കുക. ഈവനിങ് 4 to 7 നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇപ്പോൾ സൺഡേ ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല, സാറ്റർഡേ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് കിട്ടുന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ, നിങ്ങളുടെ സബ്ജക്റ്റുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, 4 കാറ്റഗറി ആക്കി മാറ്റണം. ആ കാറ്റഗറി അനുസരിച്ച് ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മൺഡേ ടു ഫ്രൈഡേയും ദെൻ സാറ്റർഡേ ആൻഡ് സൺഡേ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. പഠിക്കാനിരിക്കുമ്പോൾ ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം പഠിക്കരുത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 hour ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, അടുത്ത 1 hour അടുത്ത സബ്ജക്റ്റ് പഠിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. അങ്ങനെ എഫേർട്ട് ഇട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വരുന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ജിൽജിലായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10th ക്ലാസ്സിൽ ഫുൾ A+ ഉറപ്പാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ 10th സൂപ്പർ ബാച്ച് ഓൾറെഡി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ തേടി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ വരും എന്നുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ ആദ്യം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ 10th ക്ലാസ്സിൽ നിങ്ങൾ ഏതൊക്കെ ഫ്രണ്ട്സിന് ഈ ഒരു പഠനത്തിൻ്റെ ഈ സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമുണ്ടോ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് എജുപോർട്ട് SSLC എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.